സിനിമയിൽ കഥാപാത്രങ്ങളായി ജീവിക്കുന്ന പല നടീനടന്മാർക്കും അതിൻ്റെ അഭിനയം കഴിഞ്ഞാലും കഥാപാത്രത്തിൻ്റെ ഭാവചേഷ്ടകളിൽ നിന്ന് മുക്തരാകാൻ സമയമെടുക്കും. അത് സ്വാഭാവികമാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരെ അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടും കമ്മീഷണർ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ കയറും. അത് കയറുമ്പോഴാണ് ഇടയ്ക്കിടെ കമ്മീഷണറാകുന്നത്. തലസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത ഒളിമ്പിക് സൗഹൃദ കൂട്ടയോട്ട പരിപാടിയായിരുന്നു ഒടുവിലെത്തിയത്. ഗവർണർ സംസാരിക്കുമ്പോൾ വേദിയിൽ നിന്ന് ആരെങ്കിലും അലക്ഷ്യമായി എഴുന്നേറ്റ് പോകുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ്. പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത് ഗവർണറാണ്. പക്ഷേ പുറത്ത് കുട്ടികൾ കൊടിയുമായി നിൽക്കുന്നത് കണ്ട സുരേഷ് ഗോപി പെട്ടെന്ന് കമ്മീഷണറായി. കമ്മീഷണറുടെ ആത്മാവ് ശരീരത്തിൽ കയറി. പിന്നെ ഒരു രക്ഷയുമില്ല. ഗവർണർ സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി വേദിയിൽ നിന്ന് ചാടിയിറങ്ങി കുട്ടികൾക്കൊപ്പം ചേർന്നു. തുടർന്ന് വേദിയിൽ ഗവർണറുടെ ഫ്ലാഗ് ഓഫ്, സുരേഷ് ഗോപിയുടെ വക പുറത്ത് വേറെ ഫ്ലാഗ് ഓഫ്. അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ച്. ഇത്തരം ചെയ്തികൾ കണ്ടാൽ ഉടനെ ക്ഷോഭിക്കുകയാണ് ഗവർണറുടെ ശൈലി. സുരേഷ് ഗോപി സ്വന്തം സർക്കാരിലെ മന്ത്രിയായതുകൊണ്ടാവാം ഗവർണർ പത്തി മടക്കി പഞ്ചപുച്ച മടക്കി ഒറ്റ അക്ഷരം മിണ്ടാതെ സ്ഥലം വിട്ടു. രാജ്ഭവനിൽ മടങ്ങിയെത്തിയ ശേഷം ക്ഷോഭിച്ചതായി കേട്ടില്ല. എന്തായാലും സുരേഷ് ഗോപി കാട്ടിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് വേദിയിൽ അത് കണ്ടു നിന്ന മന്ത്രിമാരായ ശിവൻകുട്ടിയും അനിലും പത്രക്കാരോട് പറഞ്ഞു. സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്